അടിപൊളി വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രിപ്പാണ്. എനിക്ക് ഇന്ന് ഡൽഹിയിലൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് പോവാണ്. അപ്പോൾ ഇന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവരവിടെ സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഒന്നെങ്കിൽ കൊച്ചിയോ മൂന്നാറൊക്കെ പോകുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് നെടുമ്പാശ്ശേരിയിലെത്തും. അതുവരെ എവിടെ എക്സ്പ്ലോർ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. അപ്പം എന്നാൽ പോയേക്കാം. അങ്ങനെ ഏകദേശം ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് അവിടെ എയർപോർട്ട് റോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവരിവിടുന്ന് പോകും. അവരൊക്കെ വാഷ്റൂം പോയ ടൈമിൽ നമ്മളെ ജിജുക്കുട്ടൻ എയറൊക്കെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എൻജോയ്. ബൈ. എന്നെ ഡ്രോപ്പ് ചെയ്ത് അവർ പോയി. ഞാൻ ബോർഡിംഗ് പാസ് എടുത്തതിന് ലോഞ്ചിലോട്ട് പോവാണ്. നമ്മൾ ജാസിനെ ഇറക്കി മൂന്നാർ ചുരം കയറുമ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ജിജു ഇത് ഏത് വെള്ളച്ചാട്ടം? ചിയപ്പാറ വെള്ളച്ചാട്ടം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ സൽക്കാരയിൽ വന്നിരിക്കുകയാണ്. അടിമാലിയാണ് ഇതുള്ളത്. ഈ ചുരം കയറാൻ പോകുന്നേ ഉള്ളൂ. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞാൻ ലോഞ്ചിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് തന്നെയാണ് തോന്നുന്നുണ്ട്. ഇത് ഓൾറെഡി അവിടെ ഷെഡ്യൂൾഡ് ആണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചെക്ക് ഇൻ ചെയ്യണം ആ ഫ്ലൈറ്റിലോട്ട്. നമുക്കതുപോലെ ലഗേജസൊക്കെ കയറ്റുന്നത് ഇവിടുന്ന് കാണാം. അപ്പോൾ നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡ് പോകുന്ന വഴി ഇവിടെ ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് പോയി വെക്കാം അത്യാവശ്യം. അപ്പോൾ ഹോട്ട് എയർ ബലൂൺ കാണാൻ നമുക്ക് അതിൽ കയറാനൊരു പൂതി. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിക്കണം. ജിജു ടിക്കറ്റ് എടുത്തില്ലേ? 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കയറാൻ പോവാണ്. എന്താ എനിക്ക് പേടി? എനിക്കത് കണ്ടിട്ട് പൊട്ടിത്തെറിക്കുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോട്ട് എയർ ബലൂൺ കയറിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട്. സെറ്റാണ്. സൂപ്പർ അല്ലേ? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഹോട്ടൽ ബലൂണിൽ കയറി കഴിഞ്ഞിട്ട് റിട്ടേൺ എന്താണ് ടോപ്പ് സ്റ്റേഷൻ നമ്മൾ ബോർഡിംഗ് ആയിട്ട് കാണുന്നത്. ഇങ്ങനെ നേരെ ഫ്ലൈറ്റിലോട്ട്. അപ്പോൾ മോർണിംഗ് 10 എത്തിയിട്ട് ഡൽഹിയിലെത്തും. നല്ല കോടക്കായിട്ട് ഉച്ച സമയമാണ്. നല്ല കോട. അതെ. അപ്പൊ പോവല്ലേ ഗ്യാപ്പ് റോഡ്? സെറ്റാക്കാം വാ. അങ്ങനെ നമ്മൾ ഗ്യാപ്പ് റോഡത്തെ ടോളൊക്കെ കൊടുത്ത് ഇപ്പോൾ ഗ്യാപ്പ് റോഡിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. താത്ത എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളി പറഞ്ഞാലും അല്ല അല്ലേ? അതും ലോങ് ട്രിപ്പ്. പക്ഷെ ജാസി ഞങ്ങളെ കൂടെ കൊച്ചി വരണ്ടേന്. ജാസി ഞങ്ങളെ കൂട്ടാതെ ഇവിടെ പോയി ഡൽഹിയിൽ പോയി. അപ്പൊ ഞങ്ങള് മൂന്നാർക്കും ജാസി ഇന്ന് തിരിച്ച് മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേന് നെടുമ്പാശ്ശേരി ഇറങ്ങും. അപ്പോത്തിന് ഞങ്ങൾ മൂന്നാറൊക്കെ ഒന്ന് ചുറ്റി തിരിഞ്ഞ് എങ്ങനെയുണ്ട് ടോട്ടലി മൂന്നാർ? ഫ്ലൈറ്റ് കയറി നമ്മളെന്ത് കയറി എയർ ബലൂൺ. അതെ, നമ്മൾ നല്ലൊരു ഡാമിന്റെ വ്യൂ ഒക്കെ കണ്ടപ്പോ അങ്ങ് നിർത്തിയതാണ്. നമ്മള് പെരിയാർ കനാൽ വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്. അങ്ങനെ വഴിയിൽ നമ്മളെ ഗ്യാപ്പ് റോഡ് നല്ല കോടയെ കുളിച്ചിട്ടുണ്ട്. താത്ത ഇവിടെ വർക്ക് ഫ്രം ഹോം ചെയ്തോണ്ടിരിക്കാണ്. ഉമ്മ അതുപോലെ സൺറൂഫിന്റെ മുകളില് അടിപൊളി വ്യൂ, കോട മഞ്ഞും നൈസ്.
ഏതാ വൈബ് എന്ന് വെച്ചിട്ടാ, നല്ല അടിപൊളി വ്യൂവും പിന്നെ പോരാത്തിന് നല്ല കോടമഞ്ഞും ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. അപ്പം നമ്മൾ എക്കോ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രി ഇവിടെ നിന്നാണ്. ഒരാൾക്ക് പെർ ഹെഡ് 10 ആണ് വരുന്നത്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കൂക്കണൊക്കെ ഉണ്ട്. ടെസ്റ്റ് ചെയ്തോക്കെ എത്രത്തോളം ക്ലാസ്സിലാണല്ലേ. ഞാനേ നമ്മൾ എക്കോ സ്പോട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ഗുണ്ടല ഡാം കാണാൻ വേണ്ടിട്ട് അടിപൊളി റോഡിലൂടെ പോവാണ്. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു റൂട്ടിലൂടെ നമ്മളിപ്പോ ഗുണ്ടല ഡാം കാണാൻ വേണ്ടിട്ട് പോവാണ്. ഇവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ഫൈനലി ഞാൻ ഡൽഹി എത്തി. ആ ടൈം കൊണ്ട് പേരൻസും ഇവരൊക്കെ എന്ത് ചെയ്തു, ഹോട്ട് ബലൂണൊക്കെ എടുത്തിട്ട് ഇപ്പം നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കുണ്ടല ഡാം ആണ്. കുണ്ടല ഡാം ഒരു ആർച്ച് ഡാമാണ്. ഇവിടെ മറ്റേ പോലെ തന്നെ ബോട്ടിങ് ഒക്കെ ആണുള്ളത്. ഷട്ടർ ഓപ്പൺ ആണ്. ഇവിടെ കുണ്ടല ഡാമിൽ ഷട്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ഷട്ടറാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നതാണ് ഇത്. അങ്ങനെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ കുടുംബക്കാരൊന്ന് കാണാമെന്ന് വെച്ച് നമ്മളൊരു ആപ്പപ്പം ഇവിടെ ഉണ്ട്, CRPF വർക്ക് ചെയ്യണം. അപ്പോൾ ആളെ കാണാൻ വേണ്ടി ഞാൻ ന്യൂഡൽഹിക്ക് ഇവിടുന്ന് എയറോ സിറ്റിയിൽ നിന്ന് മെട്രോ എടുക്കാം. അങ്ങനെ ആപ്പപ്പാനെ കണ്ട് എനിക്കിവിടെ ഡൽഹി വയ്യേറിയാത്തതുകൊണ്ട് ആളിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഊബറിൽ പോകുന്നതുകൊണ്ടൊക്കെയാണ് ഇനി നേരെ ഓഫീസ് മീറ്റിംഗ്, അത് കഴിഞ്ഞാൽ നേരെ നാട്ടിലോട്ട്. നമ്മൾ ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ മൂന്നാറിലെത്തിയിട്ടുണ്ട് അല്ലേ ഏട്ടാ? നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ മൂന്നാർ ട്രിപ്പിലെ. അതെ, ഇവിടെ ആണെങ്കിൽ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂമിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഫുൾ ഓൺ ലൈറ്റ്സ് ഓൺ ഡെക്ക്. നമ്മളിവിടെ ഉള്ള ഒരു സ്റ്റാർ ബീച്ചിൽ കയറിയതാണ്. മീറ്റിംഗ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഞ്ചിൽ വന്ന് ഫുഡ് കഴിക്കണം. ഇനി നേരെ ഇന്ത്യക്കോ ഫ്ലൈറ്റിൽ നാട്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ബോർഡിങ് ചെയ്യണം ഫ്ലൈറ്റിലോട്ട്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റിൽ ഇന്ത്യക്കാണ്. ഇങ്ങനെ ബോർഡിങ് ചെയ്യുന്ന ടൈമിൽ വിൻഡോ സീറ്റ് ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മളെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫാമിലി മെമ്പേഴ്സിനെ വെയിറ്റ് ചെയ്യാം. അവരെടുക്കുന്നു നേരെ നമ്മൾ വീട്ടിലോട്ട്. അപ്പം നമ്മളെ മൂന്നാർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളെവിടെ ഇറക്കി വിട്ട ആളെ കിട്ടിക്കണേ. നമ്മളെ ടീം എത്തിയിട്ടുണ്ട്. ഓ വ്ളോഗർ പാത്തു ഈസ് ഓൺ ഗോഡ്. ഏകദേശം 3 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ ആർക്കും ഒരു ഇതുമില്ലായിരുന്നു. ഫുൾ എല്ലാവരും ഉറക്കമായിരുന്നു. ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ക്ലീനാക്കി സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ അടുത്ത പരിപാടിയൊക്കെ എടുക്കാൻ. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗ് കാണുന്നവരെ ബൈ.